ഏവർക്കും എക്സലൻ്റ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈയിടെ നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സുകളിലെ ഒരു വീട്ടമ്മ എന്നെ വിളിച്ച് പറഞ്ഞത്, ഇംഗ്ലീഷ് ഭാഷ പഠിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് 9ാം ക്ലാസ്സിൽ വെച്ച് അവർ പഠനം നിർത്തി എന്നാണ്. ശരിയാണ്, എനിക്കറിയാവുന്ന ഒട്ടേറെ വ്യക്തികളുണ്ട് ഇംഗ്ലീഷ് ഭാഷയെ ഭയന്ന് പഠനം അവസാനിപ്പിച്ചവർ. ആ കാലഘട്ടം 86, 92 കാലഘട്ടത്തിൽ ഡ്രോപ്പ് ഔട്ടാകുന്ന ഒട്ടേറെ കുട്ടികളുണ്ടായിരുന്നു. അതിനു മുമ്പ് അതിലേറെയായിരുന്നു. അപ്പോൾ ഇത്തരം ഇന്നും ഇംഗ്ലീഷ് ഭാഷയെ ഭയക്കുന്നവരുണ്ട്. ഈ അടുത്തിടെ അതായത് കഴിഞ്ഞിട്ട് ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് മുഴുവൻ വിഷയങ്ങൾക്കും തോറ്റൊരു കുട്ടി എൻ്റെ അടുത്ത് പഠിക്കാൻ വന്നിരുന്നു. ഒരു വാക്ക് പോലും അതിന് ഇംഗ്ലീഷ് ഉച്ചരിക്കാൻ അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് സത്യത്തിൽ ഭാഷയെ ഭയപ്പെടുകയായിരുന്നു ചെയ്തത്. ഇപ്പോൾ അത് കവർ ചെയ്യുന്നുണ്ട്. അതിനെ ഇപ്പോൾ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ. അപ്പോൾ അവിടെ ഇത്തരക്കാർക്ക് വേണ്ടി ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്ന ഒരു കഥ സുരഭി ഗൗതം എന്ന പെൺകുട്ടിയുടേതാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ അതായിരിക്കട്ടെ. 2016 UPSC സിവിൽ സർവീസ് പരീക്ഷ 50ാം റാങ്കോട് പാസ്സായി IAS ഉദ്യോഗസ്ഥയായ ഒരു മിടുക്കി കുട്ടിയെക്കുറിച്ചാണ് നമ്മൾ അറിയാൻ പോകുന്നത്. നമ്മുടെ ചാനൽ പുതിയതായി കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുതെന്നും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. എൻ്റെ 35 വർഷത്തെ അധ്യാപന പരിചയത്തിൽ ഒട്ടേറെ കുട്ടികളെ അവരുടെ ജീവിത പ്രതിസന്ധികളിൽ നിന്നും കരകയറ്റുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ധൈര്യപൂർവ്വം പറയാൻ സാധിക്കും, എൻ്റെ കുട്ടികളാരും മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റ് ലഹരിക്കും അടിമയായിട്ടില്ല. അവരുടെ കുടുംബ ബന്ധങ്ങളൊന്നും തകർന്നിട്ടില്ല. അവർ ഒരു ക്രിമിനൽ കേസിലും പ്രതിയായിട്ടില്ല. ഇന്നും അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നിയാൽ ഏത് രാത്രിയിലും ധൈര്യസമേതം വരാൻ കഴിയുന്ന ഒരു വീടാണ് എൻ്റേത്. ഒരിക്കലും എൻ്റെ കഴിവ് കൊണ്ടല്ല, മറിച്ച് എൻ്റെ ഗുരുനാഥന്മാർ കാട്ടിത്തന്ന വഴികളിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടാണ്. എങ്ങനെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യണമെന്നും ഒരു അധ്യാപകനിൽ നിന്നും കുട്ടി എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നും അധ്യാപകൻ്റെ പാണ്ഡിത്യം വിളമ്പാനുള്ള സ്ഥലമല്ല ക്ലാസ് റൂമെന്നും ഞങ്ങളെ പഠിപ്പിച്ച ഒരു വലിയ മനുഷ്യനുണ്ട്. ലോക യൂണിവേഴ്സിറ്റികളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾക്കായി ആയിരങ്ങൾ കാതുകൂർപ്പിച്ചിരുന്നിട്ടുണ്ട്. ആ മഹാനായ ഗുരു, നമ്മുടെയെല്ലാം ഗുരു നിത്യ ചൈതന്യയാണ്. കാലടികൾ പിന്തുടരാൻ ആണ് ഇന്നും എക്സലൻ്റ് അക്കാഡമി ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്നും ജീവിതത്തിലെ ചെറിയ ഉരുളൻകല്ലുകൾ കാണുമ്പോൾ വലിയ പർവ്വതമാണെന്ന് കരുതി പേടിച്ചോടുന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെയുള്ളവർക്ക് വേണ്ടി സുരഭി ഗൗതമിൻ്റെ ജീവിതം നിങ്ങൾക്ക് മുമ്പേ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇംഗ്ലീഷ് ഭാഷയോടോ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തിനോടെങ്കിലുമോ ഭയം തോന്നുമ്പോൾ സുരഭി ഗൗതമിനെ പോലുള്ളവരുടെ കഥ കേൾക്കുന്നത് നല്ലതായിരിക്കും. സുരഭി ഗൗതമിന് ഇംഗ്ലീഷ് ഭാഷ വശമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലെ ജീവിതത്തിൽ പല അവസരങ്ങളും അവർക്ക് നഷ്ടപ്പെട്ടു. ജീവിതത്തിൽ പലയിടത്തും അവർ അപമാനിക്കപ്പെട്ടു. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ദിവസം 10 വാക്കുകളും അവയുടെ അർത്ഥങ്ങളും പഠിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ നിരന്തരമായ പ്രയത്നത്തിലൂടെ അവർ ഇംഗ്ലീഷ് ഭാഷ സ്വായത്തമാക്കി എന്ന് മാത്രമല്ല, 8ലധികം പരീക്ഷകളിൽ വിജയിക്കുകയും ഒടുവിൽ IAS എന്ന മഹാസ്വപ്നം നേടിയെടുക്കുകയും ചെയ്തു. ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തതിൻ്റെ പേരിൽ പലയിടത്ത് അപമാനിക്കപ്പെടുകയും പിന്നീട് ഏറ്റവും കഠിനമായ മത്സര പരീക്ഷകളിലൊന്ന് വിജയിക്കുകയും ചെയ്ത സുരഭി ഗൗതം എന്ന പെൺകുട്ടിയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കത് പറഞ്ഞു കൊടുക്കണം. ഇതുപോലുള്ള മോട്ടിവേഷൻ സ്റ്റോറികൾ കൂടുതൽ കേൾക്കുവാൻ അവരെ പ്രേരിപ്പിക്കണം. മധ്യപ്രദേശിലെ സത്ന എന്ന ചെറിയ ഗ്രാമത്തിലാണ് സുരഭിയുടെ കുടുംബം താമസിച്ചിരുന്നത്. അച്ഛൻ അഭിഭാഷകനും അമ്മ അധ്യാപികയുമായിരുന്നു. സ്കൂൾ കാലഘട്ടത്തിൽ ട്യൂഷനോ കോച്ചിങ്ങോ ഒന്നുമില്ലാതെയാണ് സുരഭി പഠനം പൂർത്തിയാക്കിയത്.
ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച് 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും 90% മാർക്ക് നേടി വിജയിച്ചു. 12ാം ക്ലാസ് പരീക്ഷാ സമയത്ത് അസുഖങ്ങൾ സുരഭിയെ തളർത്തി. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം സുരഭി സ്റ്റേറ്റ് എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ എഴുതുകയും മികച്ച മാർക്ക് നേടുകയും ചെയ്തു. തുടർന്ന് ഭോപ്പാൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ബിടെക് ബിരുദം നേടി. ബിരുദ പരീക്ഷയിൽ 1ാം റാങ്ക് നേടുകയും മികച്ച പ്രകടനത്തിന് സ്വർണ്ണ മെഡൽ നേടുകയും ചെയ്തു. എന്നാൽ കോളേജിലെത്തിയ സമയത്ത് ഇംഗ്ലീഷ് ഭാഷ സുരഭിക്കൊരു വെല്ലുവിളിയായിരുന്നു. ഹിന്ദി മീഡിയം സ്കൂളിൽ പഠിച്ചതിനാൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ നല്ല പ്രാവീണ്യമുണ്ടായിരുന്നില്ല. ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തതിൻ്റെ പേരിൽ കോളേജിൽ അവൾക്ക് പരിഹാസം നേരിടേണ്ടി വന്നു. എന്നാൽ ഈ പരിഹാസങ്ങൾക്കൊന്നും സുരഭിയെ തളർത്താൻ കഴിഞ്ഞില്ല. എങ്ങനെയും ഇംഗ്ലീഷ് ഭാഷ വശത്താക്കണമെന്ന് അവൾ തീരുമാനിച്ചു. തുടർന്ന് ഓരോ ദിവസവും ഇംഗ്ലീഷിലെ 10 പുതിയ വാക്കുകൾ പഠിച്ചു. പലതവണ ആവർത്തിച്ചു പഠിച്ചു. അതിൻ്റെ അർത്ഥം എഴുതി പഠിച്ചു. ഇംഗ്ലീഷിൽ പറയുന്നതും സംസാരിക്കുന്നതും കേട്ട് സ്വായത്തമാക്കി സ്വന്തം ഭാഷാ പ്രയോഗങ്ങൾ വളർത്തി. ലൈബ്രറിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് സംബന്ധമായ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ കൊണ്ടുവന്ന് ഭാഷ പരിശീലിക്കാൻ തുടങ്ങി. അങ്ങനെ ഭാഷാ പ്രശ്നം മറികടന്നു. തൻ്റെ സെമസ്റ്റർ പരീക്ഷകളിൽ സർവകലാശാലയിൽ 1ാമതെത്താൻ സുരഭിക്ക് സാധിച്ചു. ഇതിനുശേഷം നിരവധി മത്സര പരീക്ഷകളിലും ഈ പെൺകുട്ടി മികച്ച വിജയം നേടി. പിന്നീട് IAS അടക്കം പ്രധാനപ്പെട്ട 8 പരീക്ഷകളിൽ സുരഭി മികച്ച റാങ്കുകൾ നേടുകയും ചെയ്തു. 2016 UPSC സിവിൽ സർവീസ് പരീക്ഷ 50ാം റാങ്കോട് പാസ്സായി IAS ഉദ്യോഗസ്ഥയായി. തീർത്തും പരിമിതമായ സാഹചര്യത്തിൽ നിന്ന് വന്നിട്ടും തൻ്റെ കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും ഒന്നുകൊണ്ട് മാത്രമാണ് സുരഭിക്ക് വിജയിക്കാനായത്. സുരഭി സംസാരിക്കുന്ന വീഡിയോ കണ്ടാൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കാത്ത ഒരാളാണെന്നോ വളരെ വൈകി കഷ്ടപ്പെട്ട് ഇംഗ്ലീഷ് സ്വായത്തമാക്കിയ ആളാണെന്നോ തോന്നില്ല. ഇതുപോലെ നമുക്കും കഴിയണം. ഏത് പ്രതിസന്ധിയിലും പ്രതീക്ഷകൾ കൈവിടാതെ ലക്ഷ്യ സാക്ഷാത്കാരത്തിലേക്ക് പോകുവാൻ നമുക്ക് കഴിയണം. വിവിധ പരീക്ഷകൾ എഴുതുന്നവർ ഇംഗ്ലീഷ് ഭാഷ അനായാസം കൈകാര്യം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി എക്സലൻ്റ് അക്കാദമിയുടെ വീഡിയോ കാണുന്നവർ തുടങ്ങിയവർക്കൊക്കെ സുരഭിയെപ്പോലുള്ളവർ മാതൃകയാവട്ടെ. തളർത്താൻ തടസ്സങ്ങൾ പലതും നമ്മുടെ മുന്നിൽ വന്നു നിൽക്കും. പക്ഷേ അവയെ ക്ഷമാപൂർവം മാറ്റി മുന്നോട്ട് പോകുവാൻ നമുക്ക് എത്രത്തോളം കഴിയുമെന്നതാണ് ജീവിതത്തിലെ വിജയങ്ങൾ നിർണ്ണയിക്കുന്നത്. ഇല്ലാത്ത തടസ്സങ്ങളെ വാദങ്ങളാക്കി ഉയർത്തി തൻ്റെ വിധിയെന്ന് വരുത്തുന്ന ധാരാളം പേർ സുരഭിയുടെ ജീവിതത്തിലേക്ക് നോക്കുക. തളർന്നു വീഴുവാൻ എത്രയെത്ര കാരണങ്ങൾ ആ ചെറുപ്പക്കാരിക്ക് മുന്നിലുണ്ടായിരുന്നു. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ തെറ്റുകൾ വന്നിട്ടുണ്ട്. വീഡിയോ ആദ്യാവസാനം കണ്ടിട്ട് വന്നിരിക്കുന്ന ആ തെറ്റുകൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ ശരിയായ രൂപം എന്താണെന്നും 20/4/2025 ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് മുമ്പായി മെസ്സേജ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഒരു സമ്മാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ ആദ്യാവസാനം കണ്ട് അത് അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും നമ്മുടെ വീഡിയോ ക്ലാസ്സുകളിൽ സജീവമാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.